प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 12ാമത്തെ അധ്യായം, ഭക്തിയോഗം. ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ അർജുനൻ ഭക്തിയോഗത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ്. അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ രൂപത്തെ നേരിട്ട് ആരാധിക്കുന്ന ഭക്തനാണോ, അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ബ്രഹ്മം എന്ന സങ്കല്പത്തിൽ, എന്ന ഭാവത്തിൽ ഭഗവാനെ അവ്യക്ത രൂപത്തിൽ ആരാധിക്കാൻ ശ്രമിക്കുന്നവരാണ്, ആരാണ് കൂടുതൽ പൂർണ്ണത നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം 1ാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏവം സതതയുക്തായേ ഭക്താ ത്വാം പരിഭാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാണ്. ഭഗവാൻ അതിന് മറുപടി നൽകി, മയ്യാവേശ മനോയേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേദാസ്തേമേ യുക്തതമോ മത. ഭഗവാനെ നേരിട്ട് ആരാധിക്കുന്ന വ്യക്തികൾ, ഭഗവാന്റെ രൂപം നേരിട്ട് ആരാധിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരാണ് ഏറ്റവും ഉയർന്ന യോഗികൾ എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും ബ്രഹ്മോപാസകരും അവസാനം ഒരുപാട് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം അവസാനം ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കും, ഭഗവാന്റെ അടുത്ത് ചേരും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേ അക്ഷരം അനിർദേശം അവ്യക്തം പരിഭാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം തം നിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂത ഹിതേരത. അവരും അവസാനം ഭഗവാനിൽ തന്നെ എത്തിച്ചേരും. പക്ഷെ അവരൊരുപാട് നിയമനിഷ്ഠകളൊക്കെ പാലിക്കേണ്ടി വരും, ഒരുപാട് സമയം എടുക്കും, ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ജന്മത്തിന് ശേഷമായിരിക്കും അവർക്ക് ഭഗവാന്റെ വ്യക്തി രൂപത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവാനും രൂപമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷനായിട്ടുള്ള വ്യക്തി എന്ന് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വേറൊരു സ്ഥലത്തും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് 5ാമത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത്. 5ാമത്തെ ശ്ലോകം. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവത്തേർ അവാപ്യതേ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, നമുക്ക് അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കട്ടെ. സഞ്ജീവനി മാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവത് അഭിരാപ്യതേ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ അസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും.
ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ഭാവാർത്ഥം: ഭഗവാന്റെ അവ്യക്തവും അചിന്ത്യവും അവ്യക്തിഗതവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികളെന്ന് പറയുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികൾ എന്നും വിളിക്കുന്നു. ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിർവചിക്കുകയാണ് ഇവിടെ. രണ്ടിന്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയെങ്കിലും ജ്ഞാനയോഗത്തിന്റെ വഴി പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ നേരിട്ടുള്ള ഭഗവത് സേവനമാകയാൽ നിഷ്പ്രയാസവും. അത് ശരീരധാരിയായ ജീവാത്മാവിന് തികച്ചും സ്വാഭാവികവുമാണ്. സ്മരണാതീത കാലം മുതലേ ശരീരബദ്ധനാണ് ജീവാത്മാവ്. അതുകൊണ്ട് താൻ ശരീരമല്ലെന്ന് വെറുതെ സൈദ്ധാന്തികമായി മനസ്സിലാക്കാൻ ഈ ജീവാത്മാവിന് പ്രയാസമുണ്ട്. മനസ്സിൽ ഉറച്ച ശരീര കൽപ്പനയ്ക്ക് അനുയോജ്യമാകും വിധം ഭക്തിയോഗി കൃഷ്ണ വിഗ്രഹത്തെ ആരാധ്യമായി കരുതുന്നു. പരമദിവ്യോത്തമ പുരുഷനെ ഭഗവത് രൂപത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നത് തീർച്ചയായും പ്രതിമാ പൂജയല്ല. പരമപുരുഷനെ സഗുണനായും നിർഗുണനായും ഗുണങ്ങളോടുകൂടിയും അല്ലാതെയും സങ്കല്പിച്ചുപവാസിക്കാമെന്ന് വൈദിക സാഹിത്യങ്ങളിൽ തെളിവുകളുണ്ട്. അമ്പലത്തിൽ വെച്ച് ചെയ്യുന്നത് സഗുണാരാധനയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഭഗവാൻ ഭൗതികങ്ങളായ ഗുണങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. പക്ഷേ ഭൗതിക ദ്രവ്യങ്ങളായ കല്ലോ മരമോ ചായമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭഗവത് രൂപം വാസ്തവത്തിൽ ഭൗതികമല്ല, പരമപുരുഷന്റെ നിരപേക്ഷ ഭാവമാണിത്. സാമാന്യമായൊരു ഉദാഹരണം പറയാം. തെരുവിൽ പലയിടത്തും തപാൽ പെട്ടികൾ കാണാം. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുന്നു. എന്നാൽ തപാൽ പെട്ടികൾ എന്ന ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെയോ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുമുണ്ട്. അതിനെ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നു. ഈ അർച്ചാ വിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഈശ്വരൻ അതിലൂടെ സേവനത്തെ സ്വീകരിക്കും. ഭഗവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ബദ്ധജീവാത്മാക്കൾക്ക് സൗകര്യപ്പെടുമാറ് അർച്ചാ വിഗ്രഹം എന്ന തന്റെ അവതാരത്തിലൂടെ അദ്ദേഹത്തിന് ഭക്തന്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ താമസം വിന പരമപുരുഷനെ നേരിട്ട് സമീപിക്കാൻ ഭക്തന് പ്രയാസമില്ല. അവ്യക്തിഗത മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. അവർ അവ്യക്തമായ പരമതത്വത്തിന്റെ പ്രാതിനിധ്യത്തെ ഉപനിഷത്തുകൾ മുതലായ വൈദിക സാക്ഷ്യങ്ങളിൽ നിന്ന് പഠിച്ചറിയണം. ആ ഭാഷ പഠിക്കുകയും അതീന്ദ്രിയങ്ങളായ ഭാവങ്ങളെ ഗ്രഹിക്കുകയും ഈ പ്രക്രിയകളെല്ലാം സാക്ഷാത്കരിക്കുകയും വേണം. സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഇത്. കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ഭഗവദ്വൈഭവങ്ങൾ കേൾക്കുകയും വിശ്വാസനായ ഒരു ആധ്യാത്മിക ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ പതിവായി പൂജാ പ്രണാമങ്ങൾ നടത്തുകയും ഭഗവാന് നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നിഷ്പ്രയാസം ഭഗവത് സാക്ഷാത്കാരം നേടാം. വ്യക്തിശൂന്യവാദികൾ അതിവിഷമമായൊരു വഴിയാണ് ആവശ്യമില്ലാതെ സ്വീകരിക്കുന്നത് എന്നതിൽ സംശയമില്ല. എന്നിട്ടും അവസാനം നിരപേക്ഷ തത്വത്തിന്റെ സാക്ഷാത്കാരം അവർക്ക് സാധ്യമായില്ലെന്ന് വരാം. എന്നാൽ സഗുണോപാസകർക്ക് അത്തരം ക്ലേശങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സമീപിക്കാം. ഭഗവാനെ സ്വയം സമർപ്പിക്കലാണ് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സമർപ്പണത്തിന്റെ പ്രക്രിയയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. അതിനു പകരം എന്താണ് ബ്രഹ്മമല്ലാത്തത് എന്ത് എന്നെല്ലാം ഗ്രഹിക്കുവാൻ പാടുപെട്ടുകൊണ്ട് ജീവിതം ഒടുക്കുന്നതിന്റെ ദുഷ്ഫലത്തെ പറ്റി ഭാഗവതം പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്യന്തിക പ്രാപ്തിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുള്ളതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഈ ക്ലേശകരമായ വഴി സ്വീകരിക്കരുതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ജീവസത്ത അനശ്വരമായ ഒരു ജീവാത്മാവാണ്. ആധ്യാത്മിക സമ്പൂർണതയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ മൗലിക പ്രകൃതിയിലെ സച്ചിത് ഭാവങ്ങളെ
ജീവാത്മാവ് സാക്ഷാത്കരിച്ചേക്കാം. ആനന്ദഭാവത്തെ അങ്ങനെ സാക്ഷാത്കരിക്കാനാവില്ല. ജ്ഞാനയോഗ പ്രക്രിയയിൽ വേണ്ടത്ര അറിവ് നേടിയ ആ അതീന്ദ്രിയവാദി ഏതെങ്കിലും ഒരു ഭക്തന്റെ അനുഗ്രഹത്താൽ ഭക്തിയോഗത്തിന്റെ ഭക്തിപൂർവകമായ സേവനത്തിന്റെ മുനമ്പിലെത്തി എന്ന് വരാം. അപ്പോഴും വ്യക്തിശൂന്യവാദത്തെ ഏറെക്കാലം മാനിച്ചു പോന്ന അയാൾക്ക് ആ ആശയം ഉപേക്ഷിക്കാനാവാതെ പ്രയാസം നേരിടും. അങ്ങനെ ശരീരസ്ഥനായൊരു ജീവന് അവ്യക്തമായുള്ള ബന്ധം പരിശീലന വേളയിലും സാക്ഷാത്കാരത്തിലും കുഴപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓരോ ജീവാത്മാവും ഭാഗികമായി സ്വതന്ത്രനാണ്. ഈ അവ്യക്തമായ സാക്ഷാത്കാരം തന്റെ ആത്മീയ ആനന്ദഭാവത്തിനെതിരാണെന്ന് ഒരാൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രക്രിയ സ്വീകാര്യമല്ല. തികച്ചും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടേണ്ടുന്ന കൃഷ്ണാവബോധത്തിന്റെ വഴിയാണ് ഏതൊരു ജീവാത്മാവിനും ഉത്തമമായ മാർഗം. ഭക്തിയുത സേവനത്തെ അവഗണിക്കൽ നാസ്തികത്വത്തിലേക്ക് നയിച്ചേക്കും. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവ്യക്തവും അചിന്ത്യവും ഇന്ദ്രിയ ഗോചരമല്ലാത്തതുമായ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരു കാലത്തും വിശേഷിച്ച് ഇക്കാലത്ത് പ്രോത്സാഹിപ്പിച്ചുകൂടാ. കൃഷ്ണൻ അത് ഉപദേശിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ അർജുനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവ്യക്തിഗത മാർഗം. ഈശ്വരൻ അവ്യക്തമാണ്, രൂപമില്ലാത്തവനാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു മാർഗത്തിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അതിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവത്പേർ അവാപ്യതേ. അതൊരു ക്ലേശകരമായിട്ടുള്ള മാർഗമാണ്. പിന്നീട് ഭക്തി മാർഗത്തിലേക്ക് വരാനും ബുദ്ധിമുട്ടായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നേരിട്ട് ഭഗവാന്റെ സേവനത്തിലേക്കാണ് വരേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ക്ലേശകരമായിട്ടുള്ള മാർഗം അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അർജുനന്റെ മാർഗവും ശരി തന്നെയായിരുന്നു. അർജുന സംശയം ഉണ്ടായിരുന്നു, തന്റെ മാർഗം ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അർജുനൻ തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം, അർജുനന്റെ ഭഗവാന്റെ രൂപത്തെയാണ് അർജുനൻ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടപ്പോൾ, ശ്യാമസുന്ദര രൂപം, ത്രിഭുജ ശ്രീകൃഷ്ണ രൂപം കണ്ട സമയത്ത് എനിക്ക് സന്തോഷമായി എന്ന് അർജുനൻ പറഞ്ഞത്. അപ്പോൾ അവ്യക്തിഗതമായിട്ടുള്ള മാർഗം വളരെ ദുഃഖകരമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ അവ്യക്തിഗത മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനയോഗികൾ എന്ന് പറയുന്നത്. പരമസത്യം അവ്യക്തമാണ്, രൂപമില്ലാത്തതാണ് എന്ന് വിചാരിച്ച് പരമസത്യം ഒരു വ്യക്തിയല്ല എന്ന് വിചാരിച്ച് ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്, പല രീതിയിൽ ശ്രമിക്കുന്നവരാണ് ജ്ഞാനമാർഗികൾ. അവര് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, വേദങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കും, വേദങ്ങളെ കുറിച്ച് ചർച്ചകളൊക്കെ ചെയ്യും. ഇങ്ങനെ അവര് മാനസിക ഊഹാപോഹങ്ങളുടെ സഹായം കൊണ്ട് ഈശ്വരനെ കണ്ടെത്താം, അല്ലെങ്കിൽ പരമസത്യം എന്താണെന്ന് മനസ്സിലാക്കാം എന്നാണ് അവര് വിചാരിക്കുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള മുനിമാർക്ക്, അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുന്ന മുനിമാർക്ക് പന്ഥാസ്തു കോടി ശതവത്സര സംപ്രഗമ്യോ വായോരഥാപി മനസ്സോ മുനിപുങ്കവാനാം സോക്തിസ്ഥിയത് പ്രപദസിന്യ അവിചിന്യ തത്വേ ഗോവിന്ദമാദി പുരുഷം തമഹം വചാമി എന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട്. അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുന്ന മുനിമാർക്ക് പന്ഥാസ്തു കോടി ശതവത്സര സംപ്രഗമ്യം, കോടാനുകോടി വർഷങ്ങൾ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെയോ വായുവിന്റെയോ വേഗത്തിൽ കോടാനുകോടി വർഷങ്ങൾ അവർ സഞ്ചരിച്ചാലും അവർക്ക് ഒരിക്കലും പരമസത്യമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിചിന്യ തത്വേ, അവർക്കപ്പോഴും ഭഗവാൻ ഒരു അചിന്ത്യ ശക്തിയായിട്ട് അങ്ങനെ ബാക്കിയുണ്ടാവും. അവർക്കൊരിക്കലും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവ്യക്താസക്ത ചേതസ.
അതുകൊണ്ട് അത് വളരെ ദുഃഖകരമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാന്റെ രൂപത്തിൽ വിശ്വാസമുണ്ട്, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേരിട്ട് ഭഗവാന്റെ ആരാധനയിലേക്ക് വരാൻ സാധിക്കും. വേദങ്ങളുടെയൊക്കെ പരമമായിട്ടുള്ള നിർദ്ദേശം എന്താണ്? ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. ഇത് ഏത് മാർഗത്തിൽ പോയാലും അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കുക. അവ്യക്തമായ മാർഗത്തിൽ ഒരുപാട് ജന്മങ്ങളിൽ സഞ്ചരിച്ചാലും അവസാനം പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കണം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി സമഹാത്മ സുദുർലഭ. അവസാനം അവർ മനസ്സിലാക്കി പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഭക്തന്മാരെന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു വളഞ്ഞ വഴി എടുക്കാതെ നേരിട്ട് ഭഗവാനെ ആരാധിക്കാൻ അവർ തയ്യാറാകുന്നു. അപ്പോൾ അവരുടെ വഴി വളരെ എളുപ്പമായിട്ട് മാറും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വഴി അവർ സ്വീകരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരുപാട് ജന്മങ്ങൾ എടുത്ത് ഒരു ജ്ഞാനി മനസ്സിലാക്കുന്നത് ഭക്തൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, ഒരു ജന്മം കൊണ്ട് തന്നെ മനസ്സിലാക്കും. കാരണം എന്താണ്? അവർ ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ അവർ ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറാണ്, ഭഗവാനെ ആരാധിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് അവരുടെ വഴി വളരെ എളുപ്പമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വിഗ്രഹാരാധനയെ കുറിച്ചും ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭക്തന്മാർ ഭഗവാനെ സഗുണ രീതിയിൽ ആരാധിക്കുന്നു. സഗുണോപാസന എന്നാണ് വിഗ്രഹാരാധനയ്ക്ക് പറയുന്നത്. ആ വിഗ്രഹാരാധന ഒരു പ്രതിമ പൂജയല്ല, ഐഡൽ വർഷിപ്പ് എന്നാണ് സാധാരണ വിഗ്രഹാരാധനയെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പറയുന്നത്. അങ്ങനെ ഒരു പ്രതിമ പൂജയല്ല വിഗ്രഹാരാധന. ഇത് വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, ആധികാരികമായിട്ടുള്ള ഒരു മാർഗമാണ് എന്നിവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ വിഗ്രഹം ഏതെങ്കിലും ഒരു രൂപത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വിധികളുണ്ട്, വേദവിധികളുണ്ട്. ആ വേദവിധിയിലൂടെ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും കേൾക്കാണ്ടോ മാതാജി? ഹരേ കൃഷ്ണ. കൃഷ്ണ കേൾക്കണില്ല. എനിക്ക് മാത്രമാണോ വെച്ച് ചോദിച്ചതാ. ഹരേ കൃഷ്ണ. പ്രഭുജി എക്സിറ്റ് ആയിട്ടുണ്ട്, തിരിച്ചു വരും. ഹരേ കൃഷ്ണ. അതെ. വിഗ്രഹാരാധന വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നിവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലും വ്യത്യസ്ത രീതിയിലുള്ള വിഗ്രഹാരാധനയെ കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. 11ാമത്തെ സ്കന്ധത്തിൽ 27ാമത്തെ അധ്യായം വിഗ്രഹാരാധന എങ്ങനെ ചെയ്യണം, ഭഗവാന്റെ വിഗ്രഹാരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് പറയുന്നതാണ് 27ാമത്തെ അധ്യായം. 11ാമത്തെ സ്കന്ധത്തില് 27ാമത്തെ അധ്യായത്തിൽ ഉദ്ധവന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് തന്നെ എങ്ങനെ വിഗ്രഹ രൂപത്തിൽ ആരാധിക്കാം. അതിൽ 8 രീതിയിൽ ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം എന്ന് പറയുന്നത്. 8 വസ്തുക്കൾ ഉപയോഗിച്ച് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം
എന്ന് പറയുന്നുണ്ട് 12ാമത്തെ ശ്ലോകത്തിൽ 11.27.12. ശൈലി ദാരുമയി ലോഹി ലേപ്യ ലേഖ്യാച്ച സൈകതി മനോമയി മണിമയി പ്രതിമ അഷ്ടവിധ സ്മൃത എന്ന് പറയും. 8 വിധത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കാം എന്ന് പറയും. ഏതൊക്കെയാണ്? ശൈലി ദാരുമയി ലോഹി, ശിലകളിൽ നിന്നും നിർമ്മിക്കാം, ശില ഉപയോഗിച്ച് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം. അതേപോലെ ദാരുമയി, മരത്തിൽ നിന്നും ഉണ്ടാക്കാം. ലോഹി, ലോഹങ്ങളിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം. ലേപ്യ ലേഖ്യാച്ച സൈകതി, ലേപ്യം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും ഉണ്ടാക്കാം. മണ്ണുപയോഗിച്ച് ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കുന്നതും ആധികാരികമാണ്. ലേഖ്യ, ഭഗവാന്റെ ചിത്രം ആരാധിക്കുന്നതും വിഗ്രഹ ആരാധന പോലെ തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ ചിത്രം ആരാധിക്കുന്നതും പെയിന്റിങ് ആരാധിക്കുന്നതും എന്ത് തന്നെയാണ്? ആധികാരികമാണ്, വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ലേഖ്യ എന്ന് പറയും. സൈകതി, സ്ഫടികം ഉപയോഗിച്ചും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം. മനോമയി മണിമയി, മനസ്സിൽ ഭഗവാന്റെ രൂപം ആരാധിക്കാം, അതും ആധികാരികമായിട്ടുള്ളതാണ്. മണിമയി, രത്നങ്ങൾ കൊണ്ടും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാം. ഇങ്ങനെ ഇതെല്ലാം ആധികാരികമായിട്ടുള്ള വിഗ്രഹ ആരാധനയാണ്. അത് വളരെ ഓതന്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള വേദനിർദ്ദേശ പ്രകാരമുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയും. ഇത് സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഒരു പ്രതിമാ പൂജയല്ല എന്ന് പറയും. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കും. ഭക്തന്മാർക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഒരു മാർഗമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അപ്പൊ അത് ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്, അല്ലെ? സാധാരണ ആളുകൾ പറയും ഈശാവാസ്യം ഇതം സർവം, എല്ലാ സ്ഥലത്തും ഈശ്വരനുണ്ട്. അപ്പോൾ നമുക്ക് വിഗ്രഹത്തിലും ഈശ്വരനുണ്ട് എന്ന് പറയാൻ സാധിക്കും മറ്റുള്ളവരോട്. ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം ഒരു ശിലയല്ല, ഒരു സാധാരണ ശിലയല്ല, അത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഭക്തൻ ഒരിക്കലും ഭഗവാന്റെ വിഗ്രഹത്തെ ഒരു ശിലയായി കണക്കാക്കുന്നില്ല. കാരണം അത് ഭഗവാന്റെ അവതാരമാണ്, അർച്ചാവതാരം എന്നാണ് പറയുന്നത്. ഭഗവാൻ ഭക്തന്റെ സേവനം സ്വീകരിക്കുന്നതിന് വേണ്ടി അവതാര രൂപത്തിൽ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ കാണുന്നത്, അതേപോലെ തന്നെ നമ്മൾക്ക് ഭഗവാനെ കാണാനുള്ള ഒരു അവസരമാണ് ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾക്ക് ഇപ്പോഴുള്ള ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. അത് ശ്രീകൃഷ്ണനാമാതി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാന്റെ അർച്ചാവതാര രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ ഭഗവാനെ ആരാധിച്ചാൽ നമ്മൾക്ക് എളുപ്പത്തിൽ ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ സാധിക്കും. പക്ഷെ അവ്യക്തിഗത മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ ഒരു ആനുകൂല്യം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഭഗവാന്റെ വിഗ്രഹത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപമുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നേരിട്ട് ഭഗവാന്റെ ആരാധന സ്വീകരിക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വേദങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള നിർദ്ദേശം ഭക്തന്മാർക്ക് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ സാധിക്കും. വേദങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള നിർദ്ദേശം എന്താണ്? പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാനെ ആരാധിക്കുക. ഇത് ചെയ്യാൻ അവ്യക്തിഗതവാദികൾക്ക് സാധിക്കുന്നില്ല, നേരിട്ട് സാധിക്കുന്നില്ല. അവർ ചർച്ചകളിലൂടെയും ഊഹാപോഹങ്ങളിലൂടെയും സഞ്ചരിക്കാനാണ് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. അവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ടാകും. ഞാൻ ശരീരമല്ല, ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല, പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെ? ശങ്കരാചാര്യരും പറയുന്നുണ്ട്, നഹി നഹി രക്ഷതി കൃഞ്ഞുകരണം. വ്യാകരണം പഠിച്ചതുകൊണ്ട് മാത്രം, വേദങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾക്ക് പുരോഗതി ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് രക്ഷയുണ്ടാവുന്നില്ല, അവസാന കാലത്ത് നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ശങ്കരാചാര്യർ പോലും പറയുന്നു. എന്താണ് ശങ്കരാചാര്യ പറയുന്നത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവാൻ ഗോവിന്ദനെ ഭജിക്കുകയാണ് വേണ്ടത്. വേദങ്ങളൊക്കെ പഠിച്ചാൽ അവസാനം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ ഗോവിന്ദനെ മനസ്സിലാക്കി ആ ഗോവിന്ദനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്.
ഇത് എല്ലാ ആചാര്യന്മാരും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരാധനാ രീതി സ്വീകരിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. അവർക്ക് നേരിട്ട് ഒരുപാട് കാലത്തെ ആ ഒരു ഉപാസനയെ മറികടക്കാൻ സാധിക്കും. അവ്യക്തിഗതവാദികൾ സഞ്ചരിക്കുന്ന കഷ്ടപ്പാടുള്ള വഴിയെ അവർക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭക്തിയോഗത്തിന്റെ അല്ലെങ്കിൽ ഈ വിഗ്രഹാരാധനയുടെ ഒരു മേന്മ എന്ന് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് അത് എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു കാര്യം ശ്രീല പ്രഭാതർ പറയുന്ന ഒരു കാര്യം, ഈ അവ്യക്തിഗത മാർഗത്തിൽ സഞ്ചരിക്കുന്നത് ഭക്തി മാർഗത്തിൽ എത്തുന്നതിന് കുറെ തടസ്സമാണ് എന്നാണ് പറയുന്നത്. അവ്യക്തിഗത മാർഗത്തിൽ കുറെ സഞ്ചരിച്ചു, ചെറുപ്പം മുതൽ നമ്മൾ കേട്ടു ഈശ്വരന്റെ രൂപമില്ല, അല്ലെങ്കിൽ ഈശ്വരൻ ഒരു നിർഗുണനാണ്, ഗുണമില്ലാത്തവനാണ് എന്നൊക്കെ നമ്മൾ കേട്ട് ആ വഴിക്ക് കുറെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്തിയിലേക്ക് വരുമ്പോഴും ആ ഭക്തി മാർഗത്തിൽ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുമ്പോഴും നമ്മൾ പണ്ട് കേട്ടതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഭഗവാനോട് ആ പ്രേമം ഉണ്ടാകാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് പറയുന്നത്, താമസമെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ ഭക്തി മാർഗത്തിലാണ്, ഭക്തിയെക്കുറിച്ചാണ് കേട്ടതെങ്കിൽ എളുപ്പത്തിൽ നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും ഭഗവാനുമായിട്ടുള്ള ആ ഭാവം എളുപ്പത്തിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. അല്ലെ, കേരളത്തിലൊക്കെ അധികം നമ്മൾ ഈ ഭക്തി മാർഗത്തിനെ കുറിച്ചല്ല കേട്ടത്. നമ്മള് ഭഗവാൻ ബ്രഹ്മമാണ് എന്നൊക്കെയാണ്, വ്യക്തി ശൂന്യനാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ മാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭക്തി മാർഗത്തിൽ എത്തിയാലും നമ്മൾക്ക് മുൻകാലത്തിൽ ആ ചിന്ത ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിഗത മാർഗത്തിൽ തീരെ സഞ്ചരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ ശ്രീല പ്രഭാതർ നിർദ്ദേശിക്കുന്നത്. ഭഗവാനും അത് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്നിവിടെ ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഗർ അവാപ്യത എന്ന് പറയും. ആ അവ്യക്ത മാർഗത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നു. ഓക്കെ, യെസ്. ഇവിടെ വായിച്ചതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ കേട്ടിട്ടുണ്ട് സാലഗ്രാമ ആരാധന. അപ്പൊ അതിപ്പോ നമ്മള് വിഗ്രഹാരാധനയിലെ പെടണതാണോ? യെസ്, സാളഗ്രാമ ആരാധന വിഗ്രഹാരാധന തന്നെയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ രൂപം തന്നെയാണ് സാളഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കേരളത്തിൽ സാളഗ്രാമ ആരാധന വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. എല്ലാ ബ്രാഹ്മണന്മാരും സാളഗ്രാമത്തിനെ ഉപാസിക്കും. അവരുടെ വീട്ടിൽ സാളഗ്രാമശില ഉണ്ടാവും. കാരണം എന്താണ്? അത് വിഷ്ണുവാണ്. വിഷ്ണു ആരാധന ചെയ്താലേ യജ്ഞം പൂർണ്ണമാകുകയുള്ളൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു. ബ്രാഹ്മണന്മാർക്ക് അല്ലെങ്കിൽ നമ്പൂതിരിമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഏത് ദേവനെ ഉപാസിക്കുന്ന ബ്രാഹ്മണനാണെങ്കിലും അവര് എന്തിനെ ആരാധിക്കുന്നുണ്ട്? സാളഗ്രാമശിലയെ ആരാധിക്കും. കാരണം അത് വിഷ്ണു പൂജയാണ്. ആ വിഷ്ണു പൂജയിലൂടെയാണ് യജ്ഞം പൂർത്തീകരിക്കുന്നത്. അതും വിഗ്രഹാരാധന തന്നെയാണ്. സാളഗ്രാമം എല്ലാ സാളഗ്രാമം വിഷ്ണു സങ്കല്പത്തിലാണോ കാണുക, അതോ മറ്റേ വേറെ ദേവന്മാരുടെ സങ്കല്പത്തില് ഉണ്ടോ? ഇല്ല, സാളഗ്രാമം വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിന്റെ വ്യത്യസ്ത അവതാരങ്ങളുടെ രൂപത്തിലാണ് സാളഗ്രാമത്തിനെ കാണുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ഇപ്പോൾ ഈ ശ്ലോകത്തിൽ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? വിഗ്രഹാരാധനയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് വിഗ്രഹാരാധനയെ കുറിച്ച്. അജിത് പ്രഭുജി പറഞ്ഞു. അതായത് ഭഗവാന്റെ വിഗ്രഹങ്ങൾക്ക് മാത്രമാണോ ഈ രീതിയിലുള്ള ആരാധന, അതോ ഏത് വിഗ്രഹത്തിനും ഈ പദരൂപത്തില് നമുക്ക് കാണാവുന്നതാണ്? കലണ്ടറായിട്ടും കല്ലായിട്ടും മരമായിട്ടും എല്ലാം ഒരു രീതിയിൽ സ്ഥാപിച്ചെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം, മരം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം, അല്ലെങ്കിൽ ഫോട്ടോ, ഇങ്ങനെയുള്ളതെല്ലാം
അതിലെല്ലാം ഇതൊക്കെ അർത്ഥവിഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്ന ഒന്നാണ്. അത് ഭഗവാന്റെ മാത്രമാണ്. അല്ല, നമ്മുടെ എല്ലാ ആരാധനാ രീതിയും യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആരാധനയാണ്. അല്ലെ, ഒരു ദേവന്റെ വിഗ്രഹത്തിനും അതിനൊരു രൂപമുണ്ടാകും. അല്ലെ, ഓരോ ദേവനും ഓരോ രൂപമുണ്ട്. അപ്പോൾ ആ രൂപത്തിനനുസരിച്ചുള്ള ആരാധന ചെയ്യാറുണ്ട്. ദേവോപാസനകൾ വിഗ്രഹത്തിൽ ചെയ്യാറുണ്ട്. അതും നമ്മുടെ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം തന്നെയാണ്. പക്ഷെ ആ വിഗ്രഹാരാധന പൂർത്തിയാകുന്നത് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ മാത്രമാണ്. അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധനയാണ്. അത് ഈ അധ്യായത്തിന്റെ 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മയ്യാവേശ മനോയേമാം നിത്യയുക്താഭാസം. ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അല്ലെ, അപ്പം അത് ക്ലിയർ ആണ്. ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധന. ദേവന്മാരെ ആരാധിക്കുന്നത് ഗുണങ്ങളിലുള്ള ആരാധന, സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള ആരാധനയാണ് എന്ന് നമ്മൾക്ക് ഇനിയുള്ള അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗുണത്രയ വിഭാഗ യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. വ്യത്യസ്ത ഗുണത്തിലുള്ള ആരാധനകളെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ദേവത ആരാധനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് സത്വഗുണത്തിലോ രജോഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ള ആരാധനയാണ്. ഭഗവാന്റെ ആരാധന വിശുദ്ധ സത്വഗുണത്തിലുള്ള ആരാധനയാണ്. പക്ഷെ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്തല്ല എന്നും പറയുന്നത്. അല്ലെ, യാന്തി ദേവവ്രതാ ദേവ പിതൃന്യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോപിമാ. ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത്. ചില ആളുകൾ ഭൂതപ്രേതങ്ങളെ ആരാധിക്കും. അപ്പോൾ അവർ ഭൂതപ്രേതങ്ങളുടെ ലോകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ ചിലർ പിതൃക്കളെ ആരാധിക്കും. പിതൃക്കളെ ആരാധിക്കുന്നവർ ഭഗവാന്റെ അടുത്തേക്കല്ല പോകുന്നത്, പിതൃലോകത്തിലേക്കാണ് പോകുന്നത്. ചില ആളുകൾ ദേവന്മാരെ ആരാധിക്കും. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവന്മാരെ ആരാധിക്കും. അപ്പൊ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്കാണ് പോകുന്നത്. സൂര്യോപാസകർ സൂര്യന്റെ അടുത്തേക്കാണ് പോകുന്നത്. ചന്ദ്രോപാസകർ ചന്ദ്രന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ദ്രോപാസകരാണ് ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത്. ഭഗവാനെ ആരാധിക്കുന്നവർ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ എന്ന് ഭഗവാൻ എടുത്തു പറയുന്നത്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃന്യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോപിമ. അപ്പം എല്ലാ ആരാധനയും ഒരേ നിലവാരത്തിലാണ് എന്നും ഭഗവത്ഗീതയിൽ പറയുന്നില്ല. ഓരോ ആരാധനയും വ്യത്യസ്ത നിലവാരത്തിലുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. മാതൃ പറഞ്ഞു. പ്രഭുജി, ശിവനെ ആരാധിക്കുന്നത് ഭഗവാന് ആരാധിക്കുന്നതിന് എന്ത് വ്യത്യസ്തതയാണുള്ളത്? ഞാൻ പ്രഭുവിന് മെസ്സേജ് ചെയ്തിരുന്നു. അത് ഗുരുവായിട്ടാണോ കണക്കാക്കേണ്ടത് അതോ ദേവന്മാരെന്നുള്ള ഇതിലാണോ, എങ്ങനെയാ കാണേണ്ടതെന്ന്? ശിവനെ ആരാധിക്കുന്നതും വിഷ്ണുവിനെ ആരാധിക്കുന്നതിന് തുല്യമല്ല. അത് ശിവൻ തന്നെ പറയുന്നുണ്ട്. ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം. പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുന്ന സംശയമാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധന ഏതാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ മഹാദേവൻ പറയുന്നു, ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരം. പരമമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് വിഷ്ണു ആരാധനയാണ്. അതിന് തുല്യമല്ല മഹാദേവന്റെ ആരാധന എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. മഹാദേവന്റെ ആരാധന ദേവതാരാധനയുടെ കൂട്ടത്തിലാണ് വരുന്നത്. പക്ഷെ മഹാദേവനെ ആരാധിച്ചാലും എന്ത് സംഭവിക്കും? മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വിഷ്ണു ഭക്തനായി മാറാൻ സാധിക്കും. മഹാദേവൻ അതിനു വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറണം എന്നാണ് മഹാദേവൻ ആഗ്രഹിക്കുന്നത്. വൈഷ്ണവാനാം യഥാശം. യഥാർത്ഥത്തിൽ എല്ലാ ദേവന്മാരുടെയും ഡ്യൂട്ടി അത് തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ എല്ലാ ദേവന്മാരും ഒരേ നിലവാരത്തിലല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ദേവന്മാർ അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് അവർ ഭഗവാന്റെ ഭക്തിയിലേക്ക് അവരുടെ ഭക്തന്മാരെ തിരിച്ചുവിടാത്ത അവസ്ഥയുണ്ടാകും. പക്ഷെ മഹാദേവൻ അങ്ങനെയല്ല. മഹാദേവൻ ഏറ്റവും വലിയ വൈഷ്ണവനായതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞുവിടാനാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ഉണ്ടാവും. പലരും മഹാദേവന്റെ ഭക്തന്മാരായിരുന്നവർ
പിന്നീട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മഹാദേവന്റെ ഒരു അനുഗ്രഹമാണ്. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ സാധിക്കും. പക്ഷെ രണ്ടും ഒരേ നിലവാരത്തിലുള്ളതല്ല. കാരണം എന്താണ്? മുക്തി നൽകാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മുകുന്ദന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദേവതാരാധനയിലാണ് നമ്മൾ തുടരുന്നതെങ്കിൽ ആ ദേവന്റെ അടുത്തേക്ക് വരെ പോകാം. പിന്നീട് ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. ബ്രഹ്മലോകത്തിലേക്ക് പോയാലും തിരിച്ചു വരേണ്ടി വരും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മഹാദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈലാസ ലോകത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. പക്ഷെ നേരിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്നില്ല. കൈലാസ ലോകത്തിലും മഹാദേവൻ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഭക്തിയിൽ പൂർണ്ണത നേടി പിന്നീട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. നമശിവായ മഹാമന്ത്രവും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ യെസ്, നമശിവായ മന്ത്രം ഭഗവാനെ മഹാദേവനെ ആരാധിക്കുന്ന മന്ത്രമാണ്. നമ്മൾ നമശിവായം ജപിക്കുന്നുണ്ടെങ്കിലും എന്തുദ്ദേശത്തോടു കൂടി ജപിക്കണം? ഭഗവാന്റെ സേവനത്തിൽ എനിക്ക് ഉയർച്ച കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ജപിക്കാം. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ എല്ലാ മന്ത്രവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു മന്ത്രം ജപിക്കാറില്ല അല്ലേ? കാരണം അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ മഹാമന്ത്രം എന്ന് പറയുന്നത്. എല്ലാ മന്ത്രം ഉൾക്കൊള്ളുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വേറെ മന്ത്രങ്ങൾ പ്രത്യേകം ജപിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഹരേർനാമൈവ കേവലം കലവു നാസ്തേവ ഗതിരന്യത എന്നാണ് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത്. ഹരിയുടെ തിരുനാമജപം അല്ലാതെ മറ്റൊരു വഴിയും നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. യെസ്, നമ്മൾക്ക് സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ശ്ലോകം വായിക്കാം. നമ്മൾക്ക് ശ്ലോകങ്ങൾ ചെല്ലാം. ആരാണ് ചെല്ലുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധന്യവാദം. ചൊല്ലിക്കൂ.